before you judge someone on their anger issue or before you judge yourself for your anger issues, wait a second. Behind this anger മറ്റൊരുപാട് അണ്ടർലൈങ് ആയിട്ടുള്ള റീസൺസ്, കാരണങ്ങളുണ്ടാവും. ഇറ്റ് മൈറ്റ് ബി ഫിയർ, ഭയമാകാം, എന്തിനെങ്കിലും കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റീസ് ആകാം, ഫ്രസ്ട്രേഷൻസ് ആകാം, കൺഫ്യൂഷൻസ് ആകാം, ഒറ്റപ്പെടലുകളാകാം, ഒഴിവാക്കലുകളാകാം, ഷെയിം ആകാം, ഗിൽട്ടാകാം, ഓക്കെ, കുറ്റബോധം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപമാനം, ഓക്കെ, ഒരുപാട് കാര്യങ്ങളാകാം. അല്ലെങ്കിൽ ഒരാൾ നേരിട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻജസ്റ്റിസിനോടുള്ളൊരു റിയാക്ഷനാകാം. സോ നമ്മൾ പുറമേ കാണുന്ന ദേഷ്യം ഒരു സിംറ്റം മാത്രമാണ്. അതിന് പിന്നിൽ, ആ ദേഷ്യത്തിന് പിന്നിൽ ഒരാളുടെ ഉള്ളിൽ ഒരുപാട് കാരണങ്ങൾ കാണാം, നിരവധി കാരണങ്ങൾ അവിടെ ഉണ്ടാകാം. ഓക്കെ, സോ ആങ്കർ ഈസ് ജസ്റ്റ് എ സിംറ്റം. അതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ലിസൺ ടു യുവർ സെൽഫ്, അതേപോലെ തന്നെ ലിസൺ ടു യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാർട്ട്ണർ, ആരാണോ നമ്മുടെ ഒപ്പമുള്ള ആരാണോ അവരെ നമ്മൾ ലിസൺ ചെയ്യുക. നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ ലിസൺ ചെയ്യുക ബിഫോർ, എന്തിനു മുന്നേ, അവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, സോ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തി നമുക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സോൾവ് the anger issue. Okay, thank you.